ആദർശം അമാനത്ത് എന്ന് പറയുമ്പോൾ അമാനത്ത് അട്ടത്താണെന്ന് പറഞ്ഞിട്ട് വോയിസ് വിടുന്ന ചില ആളുകൾ, അല്ലാഹു തആല അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ. രാഷ്ട്രീയം തലയിൽ കയറി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെ എതിർക്കാൻ ഒരാളും തുനിയരുത് എന്ന് ഈ സമ്മേളനത്തിൽ ഞാൻ ഒരു 100 റുപ്യ കൊടുക്കുക, അല്ലെങ്കിൽ 50 റുപ്യ കൊടുക്കുക, അല്ലെങ്കിൽ 20 റുപ്യ കൊടുക്കുക, അല്ലെങ്കിൽ 10 റുപ്യ കൊടുക്കുക, അല്ലെങ്കിൽ ഉസ്താദ്മാരെ കയ്യിൽ നിന്ന് പിടിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒന്നര പോയിക്കണം, അല്ലെങ്കിൽ 4-5 ആൾക്കാർ എങ്ങനെ ഒരു 50,000 റുപ്യ പണി കിട്ടണം. പോരാത്ത ഇൻഷാ അല്ലാഹ് എന്നോട് പറഞ്ഞാൽ മതി. പ്രിയപ്പെട്ടവരെ, ഇവിടെ സംസാരിക്കാൻ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദും അതുപോലെ മാത്രമല്ല നമ്മുടെ സലാഹുദ്ദീൻ വൈദ്യ വല്ലപ്പുഴ നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന നല്ല പ്രാസംഗികരാണ്. നമ്മുടെ സമസ്യയെ സംബന്ധിച്ച് നന്നാക്കി സവിസ്തരം പ്രതിപാദിക്കും. ബഹുമാനപ്പെട്ട ഉമർ അച്ചണ്ണ മറ്റൊരുപാട് ആലിമ്യങ്ങളോട് ഇരിക്കുന്നുണ്ട്. അവരൊന്നും സമയം കവർന്നെടുക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയേണ്ടത്, നാമൊക്കെ സമസ്തന്റെ പ്രവർത്തകരാകാം. പ്രിയപ്പെട്ട മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികൾ ആരെങ്കിലും ഈ സദസ്സിൽ വന്നിട്ടുണ്ട്? SKSF-ന്റെ, SYS-ന്റെ, SMF-ന്റെ നമ്മുടെ കർമ്മധീരരായ പ്രവർത്തകർ, പാവങ്ങളായ ഉസ്താദുമാരാണ്. പ്രത്യേകമായി മാനേജ്മെന്റ് ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നവരുണ്ടാവുന്ന ബഹുമാനപ്പെട്ട ശൈഖുന അവറുകൾ പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ആരോഗ്യ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. സമസ്തയിലുള്ള 40 മുഷാവറ അംഗങ്ങൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ആ സംഘടനയുടെ പിന്നിൽ നിൽക്കുന്നത്. പരിശുദ്ധ ശഅബാൻ മാസമായിട്ടുണ്ട്. ഉസ്താദുമാരൊക്കെ ബേജാറായിക്കൊണ്ടിരിക്കുക. ആരും ബേജാറാകണ്ട. എന്റെ മാനേജ്മെന്റ് പാവപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനവുമായി SKS-വുമായി മുന്നോട്ട് പോകുന്ന പാവപ്പെട്ട മുഅല്ലിം സുഹൃത്തുക്കളെ, ഉസ്താദുമാരെ പള്ളിയിൽ നിന്നും മദ്രസയിൽ പിരിച്ചിടുക എന്ന ആ പദ്ധതി മാറ്റിവെക്കണമെന്ന് എന്റെ മാനേജ്മെന്റിനോട് പ്രത്യേകമായി ഞാൻ ഉണർത്തുകയാണ്. അവർ സമസ്തന്റെ പ്രവർത്തകന്മാരാ, പാവങ്ങളാ. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട ശൈഖുന കോട്ടമൽ ഉസ്താദ്, KK അബൂബക്കർ ഹസ്രത്ത്, ബഹുമാനപ്പെട്ട ശൈഖുന KT ഉസ്താദ്, നമുക്കെപ്പോഴും നമുക്ക് ഉപദേശം തന്നെ ബഹുമാനപ്പെട്ട ശൈഖുന നാട്ടിക ഉസ്താദ്, അഹ്ലു സുന്ന വൽ ജമാഅ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന KB മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്, സുപ്രഭാതത്തിന് നട്ടല്ലായിരുന്ന ബഹുമാനപ്പെട്ട ബാബു മുസ്ലിയാർ, ചെറുശ്ശേരി ജൈനുദ്ദീൻ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ്, ഓർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദറജകൾ അല്ലാഹു സുബ്ഹാനഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറുകളെ അല്ലാഹു തആല വിശാലമാക്കുമാറാകട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് പ്രവർത്തിക്കുന്ന ഒരു മുഅല്ലിമിനെയും ഒരു മുദർരിസിനെയും ഒരൊറ്റ കുട്ടിയും ഒരു മഹല്ലിൽ നിന്നും പിരിച്ചിടുക എന്ന ഒരാഗ്രഹം ഏതെങ്കിലും മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തി. അത്തരമുള്ള ഉസ്താദുമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജോലിയും അതിനുള്ള എല്ലാ കാര്യവും അല്ലാഹു തആല ഇത് പടച്ചവന്റെ ഒരു റബ്ബിന്റെ ഒരു ത്വരീഖാണ്. ഇതിൽ പയച്ചു പോകണ ഒരു പരിപാടിയേ ഇല്ല. അതുകൊണ്ട് മരണം വരെ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും അതിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കുമാറാകട്ടെ എന്ന് ഉണർത്തി ഇൻഷാ അല്ലാഹ് എല്ലാവരോടും ഈ പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ നിലമ്പൂർ മേഖല, നമ്മുടെ SKS-ന്റെ പ്രവർത്തകന്മാർക്കും സമസ്തയുടെ മുഴുവൻ പ്രവർത്തകന്മാർക്കും എന്റെ എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തകന്മാർക്കും ഉസ്താദുമാർക്കും എല്ലാവർക്കും അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുക്കട്ടെ. ആദർശം അമാനത്ത് എന്ന് പറയുമ്പോൾ അമാനത്ത് അട്ടത്താണെന്ന് പറഞ്ഞിട്ട് വോയിസ് വിടുന്ന ചില ആളുകൾ, അല്ലാഹു തആല അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ. അവർക്കൊക്കെ അല്ലാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. സമസ്തന്റെ മക്കളെ കണ്ട് പഠിക്കാനുള്ള മനസ്സ് അല്ലാഹു തആല അവിടെ കൊടുക്കട്ടെ. രാഷ്ട്രീയം തലയിൽ കയറി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെ എതിർക്കാൻ ഒരാളും തുനിയരുത് എന്ന് ഈ സമ്മേളനത്തിൽ ഞാൻ വിളിച്ചോരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്തയിൽ നിന്നും ശക്തി പകർന്ന് മരണം വരെ നമ്മുടെ പ്രവർത്തകന്മാർക്ക് അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി.